അൽഹംദുലില്ലാ അങ്ങനെ 22 വർഷമായിട്ടോ ഞാൻ ഈ ഭൂമിയിലോട്ട് വന്നിട്ട് ഒക്ടോബർ 23 ആയിട്ടോ എന്റെ ബർത്ത്ഡേ ഡേറ്റ് വരുന്നത്. വലുതായിട്ട് ആഘോഷവും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ചെറുതായിട്ടൊരു ആഘോഷമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ വീട്ടിൽ നിന്നാണെങ്കിലും ഉമ്മയും വാപ്പയും വന്ന് ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇക്കാക്കാൻ്റെ ഒക്കെ ചെറിയൊരു ഔട്ടിങ്ങും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അത്രയൊക്കെ തന്നെ ഞാനും ആഗ്രഹിക്കുന്നുള്ളൂ. വലുതായിട്ടുള്ള ആഘോഷവും കാര്യങ്ങളൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പൊതുവെ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ വലുതായിട്ട് ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും. ചെറുതിലെയൊക്കെ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, വലുതിലൊക്കെ ഒന്നും അങ്ങനെ വലിയ ആഘോഷവും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. ചെറുതായിട്ടൊരു ഔട്ടിങ്ങും പിന്നെ വീട്ടിൽ നിന്ന് കുറച്ച് ചോക്ലേറ്റും കൊണ്ടുവരും, അത്രയൊക്കെ തന്നെ ഉണ്ടാവാറുള്ളൂ കേട്ടോ. പിന്നെ രാവിലെ എണീറ്റിട്ട് ഞാൻ നേരെ കിച്ചണിലോട്ട് വന്നിട്ട് കുറച്ച് പണികളൊക്കെ ചെയ്തിട്ട് പിന്നെ മുറ്റത്തോട്ട് ചെന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചവറാരം വന്നിട്ടുണ്ടായിരുന്നു, ചവറൊക്കെ കൊടുത്തു. പിന്നെ വിരിയൊക്കെ നീക്കിയിട്ട് വാതിലൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ സോഫയിലെ സെറ്റിൽ കുറച്ച് പൊടി ഉണ്ടായിരുന്നു, അതൊക്കെ തട്ടിക്കൊടുന്നിട്ടപ്പോഴത്തേക്കും ഐനൂസിന് എണീറ്റ് വന്നപ്പോൾ തന്നെ അവൾക്ക് മിഠായി വേണം പോലും. അപ്പോൾ അവൾക്ക് ഒരു മിഠായിയൊക്കെ എടുത്തു കൊടുത്തിട്ട് ഞാൻ നേരെ വീണ്ടും കിച്ചണിലോട്ട് വന്നിട്ടുണ്ടായിരുന്നേ. ചായ വേഗം കാച്ചിയിട്ട് പിന്നെ ബൂരിക്കുള്ള പരിപാടിയിലോട്ട് കടന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ കടലക്കറിയും അതുപോലെ തന്നെ ഇന്ന് ബൂരി കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത്. ഇവിടെ പൊതുവെ എല്ലാവർക്കും ബൂരി ഭയങ്കര ഇഷ്ടം കേട്ടോ. എനിക്കും ഭയങ്കര ഇഷ്ടമാണ്, ഐനൂസിന് ഇഷ്ടമാണ്, ഇക്കാർക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും ബൂരിയും കടലൊലത്തും ആണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇതാ ബൂരിയൊക്കെ ചുട്ടുകൊണ്ടിരുന്ന ടൈമിന് അവൾക്ക് ഈ ചായ വേണമെന്ന് പറഞ്ഞു. പിന്നെ അവൾക്ക് വീണ്ടും ചായ വേർത്തി കൊടുത്തിട്ട് വീണ്ടും ഞാൻ എൻ്റെ പണിയിലോട്ട് കടന്നിട്ടുണ്ട്. ബൂരി എപ്പോഴും കഴിക്കുമ്പോൾ ചൂടോടെ തന്നെ കഴിക്കണം കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ചായ എടുത്ത് കുടിക്കേണ്ടായിരുന്നു, എനിക്ക് എന്തോ ഇന്ന് വേഗം വിശന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചായ എടുത്ത് കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ബൂരിയും കൂടി എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. ബൂരി നല്ല സോഫ്റ്റുള്ള ബൂരിയാണേ. പിന്നെ വേഗം കടലക്കറിയൊക്കെ അങ്ങോട്ട് സെറ്റാക്കിയിട്ട് അതൊക്കെ സെറ്റായി കഴിഞ്ഞപ്പോഴത്തേക്കും ഇക്കാക്കനെ വേഗം പോയി വിളിച്ച് ഇക്കാക്ക എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇക്കാക്ക ഇപ്പോൾ സോഫ വന്നേ പിന്നെ സോഫേൻ്റെ മേളിൽ ഇരുന്നിട്ടാണ് പല്ലേപ്പും കുളിയൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇക്കാരെ പല്ലേപ്പും കുളിയൊക്കെ കഴിയുമ്പോഴത്തേക്കും ഞാൻ ഹാളൊക്കെ ഒന്ന് അടിച്ചു വരിട്ടു. പിന്നെ ഇക്കാക്ക ബ്രഷ് ചെയ്ത് വരും മുന്നേ ഞാൻ ഇക്കാക്കുള്ള ഫുഡൊക്കെ എടുത്ത് വെച്ചു. ഇക്കാക്ക പോയി കഴിഞ്ഞപ്പോൾ ഞാനും എടുത്ത് ഫുഡ് കഴിച്ചു. അപ്പോൾ അത്രയുള്ള ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്.